മുസ്ലിമീങ്ങൾ ഒരുപാട് പേർ കാണുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അനിൽ മുഹമ്മദ് എന്നു പേരുള്ള ഒരാളുണ്ടല്ലോ. ഇയാൾ കുറേ മുന്നേ ഈ മനുഷ്യനെ മുസ്തഫ മൗലവി എന്ന് പറയുന്ന തനി കുഫർ പ്രചരിപ്പിക്കുന്നത്, ഒരിക്കലും അയാൾ ഇസ്ലാമിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. ഏത് ദീനും ശരിയാണെന്നാണ് അയാൾ പറയുന്നത്. ഏത് ദീനിൽ വിശ്വസിച്ചാലും യാതൊരു കുഴപ്പവുമില്ല. അതിനുവേണ്ടി തഫ്സീർ എഴുതിയിട്ടുണ്ട്. ഈ മനുഷ്യനെ കൊണ്ടുവന്ന് കുറച്ച് മുമ്പ് ഈ ആൾ ചാനലിൽ ഇരുത്തി ആളെ കൊണ്ട് ദീൻ സംസാരിപ്പിച്ചിട്ടുണ്ട്. അയാളുടെ ചാനലിൽ കൊണ്ടുവന്നിട്ട് ദീൻ സംസാരിപ്പിച്ചു. ആയിഷ റളിയല്ലാഹുവിന്റെ വിവാഹപ്രായം എത്രയായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ ആരാണ് പറയുന്നത്? ഈ ആളാണ് പറയുന്നത്. ഈ തനിച്ച് കുഫർ പ്രചരിപ്പിക്കുന്നയാൾ ഏത് ദീനിലും വിശ്വസിച്ചാൽ യാതൊരു കുഴപ്പവുമില്ല. ഒരുത്തൻ സന്യാസിയോ അല്ലെങ്കിൽ പാതിരിയോ അല്ലെങ്കിൽ ഒരു മൗലവിയോ ആരാലും കുഴപ്പമില്ല, പരലോകത്ത് രക്ഷപ്പെടും എന്ന തനി കുഫർ, അള്ളാഹുവിൻ്റെ കിതാബുകളെ മുഴുവൻ ബാത്തിലാക്കി കളയുന്ന, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെ ബാത്തിലാക്കി കളയുന്ന വാദമാണത്. അല്ലേ? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് കഷ്ടപ്പെട്ടത്? മക്കയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് പുറത്താക്കപ്പെട്ടത്? ബദറും ഉഹദും ഖന്തഖും ഖൈബറും ഒക്കെ ഉണ്ടായത് എന്തിനാണ്? എല്ലാ ദീനും സത്യമാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് മുഴുവൻ, സഹാബത്തിൻ്റെ പോരാട്ടത്തെ മുഴുവൻ, ഈ ഉമ്മത്തിൻ്റെ ത്യാഗം മുഴുവൻ ബാത്തിലാക്കി കളയുന്ന വാദം. എന്നിട്ട് ഈ പറഞ്ഞ ഈ മുസ്തഫൽ മൗലവിയെ, ഞാൻ നേരത്തെ പറഞ്ഞ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ ഇരുത്തി ഇൻ്റർവ്യൂ ചെയ്ത് അയാളെ ബഹുമാനിച്ച് വലിയ പണ്ഡിതനാക്കി കൊണ്ടുവന്നത് കാണാം. അതേസമയം ഇതേ ആൾ നമ്മളെന്തെങ്കിലും റാഫിദികൾ, ഷീഇകൾ ഇസ്ലാമിനൊരു ഉപകാരം ചെയ്യാത്തവനാണ്, അവരുടെ നാടകങ്ങൾ മുസ്ലിമീങ്ങൾ വഞ്ചിതരാകരുതെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളെ ജൂതനാക്കും. എന്നിട്ട് ജൂതനോ നസ്രാനിയോ ആരാകട്ടെ പരലോകത്ത് രക്ഷപ്പെടുന്നു എന്ന് പറയുന്നവനെ കൊണ്ടുവന്നിരുത്തി ബഹുമാനിക്കുകയും ചെയ്യും. ഇത്തരം ആളുകളുടെ തനി നിറവും ഇവർ ഉമ്മത്തിനുണ്ടാക്കി വെക്കുന്ന അപകടം എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? എല്ലാ വിഷയത്തിലും കയറി സംസാരിക്കുന്നു എന്നതുകൊണ്ടോ അല്ലെങ്കിൽ സംഘപരിവാറിനെ എതിർക്കുന്നു എന്നതുകൊണ്ടോ ഒരാൾ ഹക്കിൻ്റെ ആളുകളാവുകയില്ല. അത്തരം ആളുകൾ നമ്മൾ ദീൻ പഠിക്കുകയോ മനസ്സിലാക്കിയോ ചെയ്യാൻ പാടില്ല. അവരതിന് അർഹരല്ല. ഈ ദീനിന് അതിൻ്റെ വിലയുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാം, വലിയ മുസീബത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. ശൈഖുൽ ഇസ്ലാം പറഞ്ഞത് കാണാം, വലിയ മുസീബത്തിൽപ്പെട്ട വലിയ അപകടം പിടിച്ചൊരു കാര്യമാണ് ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വലിയ ആളായിരിക്കും. ഉദാഹരണത്തിന് ഒരാളൊരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോ അങ്ങനെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം, മറ്റേതെങ്കിലും വിഷയത്തിൽ വലിയൊരു മഹത്വമുള്ള ഒരാൾ. അങ്ങനെ ഉള്ളയാൾ ദീൻ സംസാരിക്കുമ്പോൾ ജനങ്ങൾ അയാൾ പറയുന്ന ദീനും ശരിയാണ് എന്ന് വിശ്വസിക്കുക എന്നത്, അയാൾ വാക്കൊക്കെ മഹത്വമുള്ളതായി കാണുക എന്നത് വലിയ മുസീബത്താണ്. കാരണം അയാൾ അതിൽ പഠിച്ച ആളായിരിക്കും, പക്ഷെ ദീനിലെ ആൾക്ക് വിവരം ഉണ്ടാവുകയില്ല. ഇങ്ങനത്തെ ഒരാളുകൾ കാണാം. ഒരു ഡോക്ടറാണ്, ഈ ഡോക്ടർ പറയുന്നത് കേട്ടു നോക്കൂ എന്ന് പറഞ്ഞ് ദീനിൻ്റെ വിഷയമാണ് ശരി, അയാൾ പഠിച്ച വിഷയമാണ് സംസാരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. നമ്മളാരെങ്കിലും ദീൻ പഠിച്ച ഒരാൾ, ഒരു മസ്ജിദിലെ ഇമാമോ ഒരു ഖത്തീബോ ഇങ്ങനെ മൈക്കേട്ട് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് ജനങ്ങളുടെ ഈ ഒരു ആരോഗ്യം സംബന്ധിച്ച ഒരു MBBS പഠിച്ച ഒരാൾ പറയേണ്ട വിഷയം സംസാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇവരാരെങ്കിലും അത് സമ്മതിക്കുമോ? അല്ല, അങ്ങനെ സംസാരിക്കാൻ പാടില്ല, അറിയാത്തത് സംസാരിക്കരുത്. പക്ഷേ സുബ്ഹാനല്ലാഹ്, അതിലൊരാൾ അറിയാത്തത് സംസാരിച്ച് അയാളുടെ വാക്ക് കേട്ട് ഒരാൾ അപകടത്തിൽപ്പെടുന്നതിനേക്കാൾ വലിയ അപകടമാണിത്. കാരണം ഇപ്പോൾ ദുനിയാവിൽ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ അതിന് പരിഹാരമുണ്ട്, പരലോകത്തവൻ അത് പാപമോചനമാണ്. പക്ഷെ ദീൻ നശിച്ചുപോയാലോ, ദീനിൽ വഴികേടിൽ അകപ്പെട്ടാലോ പരലോകമാണ് അവൻ്റേത് നഷ്ടപ്പെടുന്നത്. ഇത് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ദുനിയാവിലെ വിജ്ഞാനീയങ്ങളിൽ വിവരമുള്ള, അതിലൊരു മഹത്വമുള്ളയാൾ ദീനിൽ സംസാരിച്ചാലാണ്. ഇത്തരം ആളുകൾ ഒന്നിലൊരു മഹത്വമില്ലാത്ത ആളാണ്, ദീനും അറിയില്ല ദുനിയാവും തിരിഞ്ഞിട്ടില്ല, എന്നിട്ട് അവരാണ് ദീനിനെ കുറിച്ച് വലിയ വായിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ആളുകൾ കൊണ്ടുവന്ന് ബഹുമാനിക്കുക, നേർക്ക് നേരെ ദീൻ പറയുന്ന ആളുകളെ പരിഹസിക്കുക, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ദീൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചിരിയും പാസ്സാക്കുക. പഠിച്ചിട്ടില്ലെങ്കിൽ സുഹൃത്തെ എന്തിനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? പഠിക്കാത്തത് എന്തോ മഹത്വമായിട്ടാണ് ചില ആളുകളുടെ സംസാരം. നിങ്ങളൊക്കെ ദീൻ പഠിച്ച ആൾ, ഞാൻ പഠിച്ചിട്ടില്ല, എന്നെ അത് പഠിപ്പിക്കാൻ വരുന്നു. പഠിക്കാത്തത് എന്തോ മേന്മ. ദുനിയാവിൽ വേറൊരു വിഷയം പഠിക്കാത്തത് മേന്മയല്ല, ദീനൊഴികെ ഇത്തരക്കാർക്ക്. വേറെ ഏതെങ്കിലും വിഷയത്തിൽ അറിയില്ല എന്ന് പറയുന്നത് നാണക്കേടായിട്ടാണ് കാണുന്നത്. അത് ദീൻ അറിയില്ല എന്നത് വലിയ മഹത്വമായിട്ടാണ് പറയുന്നത്. കാരണം എന്തിനാണ്? അതിൻ്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശമുണ്ട്. വളഞ്ഞ വഴിക്ക് ദീൻ പഠിച്ചവരെ മോശമാക്കുകയാണ് ചെയ്യുന്നത്. ദീൻ പഠിച്ചവരൊക്കെ അങ്ങനെ ഇങ്ങനെ ശരിയാണ്, നീ കണ്ടവരൊക്കെ അങ്ങനെ ആയിരിക്കും വിചാരിച്ചിട്ട് എല്ലാവരും അങ്ങനെയാണെന്ന് കരുതണ്ട. നിങ്ങൾ കണ്ടവരങ്ങനെ ആയിരിക്കാം, പക്ഷെ എല്ലാവരെയും അങ്ങനെ കാണരുത്. അള്ളാഹുവിൻ്റെ ദീൻ അത് പഠിച്ചവർക്ക് പഠിക്കാത്തവരുടെ മുകളിൽ സ്ഥാനമുണ്ട്. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ.
പറയുക. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെ ആകുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉലമാഉ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാർ നബിമാരുടെ അനന്തരാവകാശികളാണ്. ഫഇന്നൽ അംബിയാ ലം യുവറിസു ദീനാറ വല ദിർഹമ, നബിമാർ വിട്ടേച്ചു പോയത് ദീനാറോ ദിർഹമോ അല്ല, വറസുൽ ഇൽം, അറിവാണ് നബിമാർ വിട്ടേച്ചു പോയ അനന്തര സ്വത്ത്.